റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാമും പറയാനുള്ള അയക്കുന്ന ഭാഗ്യം ആയുസ് ഞങ്ങൾക്ക് എല്ലാ ഓരോരുത്തർക്ക് ഏറ്റി തരണമേ. അല്ലാഹ് സ്വീകരിക്കണമേ റബ്ബേ, സ്വീകരിക്കണമേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയും നമുക്ക് എത്ര ഭാഗ്യം വേണം അറിയോ മക്കളെ. ഇത് വെറുതെ ഒരു സംഗതിയല്ല, ഇതെല്ലാത്തിനും അവർ കാണുന്നതായിക്കുന്ന മുസ്ലിമല്ല ഖൈറായൽക്കുൾ കിട്ടുന്ന ഭാഗ്യം റസൂലുള്ളാഹിനെ കൊണ്ടല്ലാതെ കണ്ട് ഒരു രക്ഷമില്ല, ഒരു സലാമത്ത് ഇല്ല, ഒരു രോഗം അറിയുകയും മാറുകയും ഇല്ല. എല്ലാ മുസ്ലിം റസൂലുള്ളാഹിന്റെ ബർക്കത്താണ്. ഈമാൻ കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ പിരിസം വെക്കണോ. ഇത്തിബാ റസൂലോട് ജീവിച്ച മക്കളെ, അത് ജാഹിലായെങ്കിലും അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ പിരിസം വെച്ചാൽ അത് വെറുതെയാവുകയില്ല. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ ഒരു വലിയൊരു കാലം ഒരു ആലിമേ അല്ലെങ്കിൽ ഒരു തങ്ങൾ എന്ന് പറഞ്ഞാ അല്ലാഹുവിന്റെ റസൂൽ അതിനെ കൂട്ടിട്ടില്ല, കൂട്ടുന്നില്ല. അത് നമ്മളെ പോലത്തെ ആളല്ലേ എന്ന് പറഞ്ഞാൽ തങ്ങളായെങ്കിലും ഫലമില്ല. അത് ഈമാൻ ഊരിപ്പോകുന്നു. ആ ഈമാൻ ഊരിപ്പോകുന്നിടത്തോട്ട് അല്ലാഹ് ഞങ്ങൾ നീ കാക്കട റഹ്മാനെ. ഒരു ജാഹിലായ മനസ്സ പേടിച്ചുകൊണ്ടല്ലേ ഹജ്ജിന് പോകുന്നത്, ഉംറക്ക് പോകുന്നത്. എന്നാൽ ഒരാൾ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, തങ്ങളെ ഞാൻ ഹജ്ജിന് പോന്നോ, ഞാൻ ഉംറക്ക് പോന്നോ, എനിക്ക് പഠിപ്പ് ഇല്ല, എനിക്ക് വിവരമില്ല, ഞാൻ എങ്ങനെ ഉംറ ചെയ്യണോ, ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്യണോ. അപ്പോഴാണ് ഞാൻ പറയുന്നവനോട്, മോനെ നീ ബേജാറാവണ്ട, അല്ലാഹുവിന്റെ കഅബത്തിനെ കാണാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്ന് വിളിച്ചിട്ടില്ലേ? വിളിച്ചിട്ടുണ്ട്. അത് വിവരമുള്ളവരെ മാത്രം വിളിച്ചിട്ടില്ല, അതൊരു ഖാദിമാരെ വിളിച്ചിട്ടില്ല, രാജാക്കന്മാരെ വിളിച്ചിട്ടില്ല. എന്റെ സമുദായികൾ മാത്രമാണ് മുസ്ലിമിങ്ങളെ വന്നോളെ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചതായിരിക്കുന്ന വാക്കിനനുസരിച്ച് പോന്ന മുസ്ലിമേ, നീ ബേജാറാവണ്ട. നിന്റെ തടില് മനസ്സിലെത്തി ഭയഭക്തി വെച്ചുകൊണ്ട് നീ തവാഫ് ചെയ്തോ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞോ. അല്ലാഹ് നോക്കുന്ന നമ്മളെ ഡ്രസ്സിലേക്കല്ല, നമ്മളെ തലകെട്ടിലേക്കല്ല, നമ്മളെ തൊപ്പിക്കല്ല, നമ്മളെ ബായിക്കല്ല. അല്ലാഹ് നോക്കുന്നു നമ്മളെ മനസ്സ് കൊള്ളയാൻ. അവന്റെ മനസ്സ് എങ്ങനെയാണ് ഉള്ളത് അല്ലാഹ് നോക്കുന്ന സമയത്ത് എന്ന് പോലെ മനസ്സുകൊണ്ട് അള്ളാഹുവിന്റെ അജായിബത്തിന് പിരിസം വെച്ചോ. അല്ലാഹ് പിരിസം വെച്ചവരെ പിരിസം വെച്ച മക്കളെ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിക്ക് സലാമും പറയുന്നു. കേൾക്കുന്നവരുണ്ട്, അറിയുന്നവരുണ്ട്, മനസ്സിലാക്കുന്നവരുണ്ട്. ഇവിടെ പറഞ്ഞ സലാത്ത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹിക്ക് കേൾക്കുന്നു. അത് അല്ലാഹ് കേൾപ്പിക്കുന്ന ശക്തിയാണ്. അന്ന് പണ്ട് വിളിച്ചില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആരോ ഉമ്മാന്റെ പള്ളിയിലുള്ള സമയത്തല്ലേ, അള്ളാന്റെ പള്ളി ഉമ്മമാരുടെ പള്ളിയിലുള്ള സമയത്തല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണ്ട് വിളിച്ചത്. ഈ മണ്ണിനല്ല അല്ലാഹ് വിളിച്ചത്, ഈ മണ്ണിലുണ്ടാക്കിയതാക്കിയത് ഞമ്മല്ലേ. അല്ലാഹ് ഖബൂല് ചെയ്യുന്ന സലാമു പറഞ്ഞോ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി കാണട്ടെ, ആ ബർക്കത്ത് കിട്ടട്ടെ. നമ്മളെ കുടുംബത്തും എല്ലാം മരിച്ചവർക്കും എന്റെ കുടുംബം കിട്ടട്ടെ. ആ ദുആ ഞമ്മക്കും അല്ലാഹ് തരട്ടെ. നമ്മളെ മക്കളും ഞമ്മക്ക് ദുആ രക്കുന്ന മക്കളാകി തരണമേ അല്ലാഹ്. നല്ല മജ്ലിസാൻ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ സലാത്ത് പറയാന്, ദിക്ർ പറയാന്. അത് പള്ളി എന്നാവണ്ട, അത് കാടാവണ്ട, ബഹറാവണ്ട. അള്ളാഹിന്റെ ഭൂമിയിൽ വെച്ചുകൊണ്ട് എവിടെ വെച്ചും ദിക്ർ പറഞ്ഞു സലാത്ത് പറഞ്ഞെങ്കിലും അല്ലാഹ് കാണുന്നോ, അല്ലാഹു അറിയുന്നോ. മനസ്സിലാക്കണോ. വരുന്നവരെ ഞമ്മ പോണ്ട, അവിടെ എങ്ങനെയാന്ന് നോക്കണോ. തങ്ങ പള്ളി മാത്രം നിർമ്മിച്ചിട്ടുണ്ട്, അവർ എന്താക്കുന്ന നോക്കണോ എന്ന് ദൂരെ നിൽക്കണ്ട, വന്ന് കൂടിക്കോ. ഞമ്മ കാണുന്നതിനും തങ്ങ കാണുന്നെങ്കിലും അള്ളാന്റെ പള്ളി കാണുന്നോ. അള്ളാന്റെ പള്ളിയിൽ അസൂയ വെക്കണ്ട. അല്ലാഹു തആല നമുക്ക് സഹായിക്കട്ടെ.